ഒരിത്തിരി സമയം കിട്ടിയ അപ്പോഴേക്കും ഭാര്യയുടെ അടുത്തേക്ക് ഓടാൻ നിൽക്കാതെ ഇവിടെ വല്ലതും ചെയ്തൂടെ സതീശ നിനക്ക്? അതിനും മാത്രം ഒരു ക്ഷീണമൊന്നും അവൾക്കില്ലല്ലോ. എല്ലാം ഓരോ കാട്ടിക്കൂട്ടല്, അല്ലാതെന്ത് പറയാനാ? ജാനകിയുടെ ശബ്ദം സതീശന് നേരെ ഉയർന്നതും ഒരു പൊട്ടിച്ചിരി ഉയർന്നവിടെ, പരിഹാസത്തിന്റെ മേമ്പൊടിയോടെ, സതീശന്റെ അനിയന്റെ ഭാര്യ വരദയുടെ. ഈ കുണ്ട് കാണാത്തവൻ കുണ്ട് കണ്ടപ്പോ കണ്ട കുണ്ടെല്ലാം വൈകുണ്ടോ എന്ന് പറഞ്ഞതുപോലെയാണ് സതീശേട്ടന്റെ കാര്യം ഇപ്പോ, അല്ലേ അമ്മേ? കളിയാക്കൽ നിറഞ്ഞു നിൽക്കുന്ന സഹോദര ഭാര്യയുടെ പരിഹാസം കേട്ടിട്ടും മുഖത്തെ ചിരി മായാതെ അവിടെ തന്നെ നിന്നു സതീശൻ. തന്നെ പെറ്റ അമ്മ അവൾക്ക് എന്തു മറുപടി നൽകും എന്നറിയാൻ വേണ്ടി തന്നെ. അത് മോള് പറഞ്ഞത് സത്യം തന്നെയാണ് കേട്ടോ. ഇവന്റെ ഓരോരോ കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ചൊല്ലുവരും, പെറ്റ മകനല്ലേ എന്നോർത്ത് മിണ്ടാതെ മാറിപ്പോവാറാണ് എൻ്റെ പതിവ്. രണ്ടാമത്തെ മരുമകൾ മൂത്ത മകനെ കളിയാക്കിയത് ഏറെ ഇഷ്ടമായതുപോലെയാണ് അമ്മയുടെ ആ മറുപടി എന്ന് കണ്ടതും പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചൊരു ഭാവത്തോടെ ചുറ്റുമുള്ള ആരെയും ശ്രദ്ധിക്കാതെ തിരികെ വീടിനുള്ളിലെ തൻ്റെ മുറിയിലേക്ക് നടന്നു സതീശൻ. നീര് വന്ന് വീർത്ത കാലുകളും വലിയ നിറവയറുമായി അവൻ വരുന്നതും കാത്തൊരു പെണ്ണുരുത്തി അവിടെ ഇരിപ്പുണ്ട്, അവൻ്റെ ഭാര്യ കാന്തി. സതീശനെ കണ്ടതും ക്ഷീണം നിറഞ്ഞ കാന്തിയുടെ മുഖത്തൊരു നിറഞ്ഞ ചിരി തെളിഞ്ഞു. എന്തായി സതീശേട്ടാ അവിടെ കാര്യങ്ങൾ? കേക്ക് കട്ട് ചെയ്യാറായോ? പരാതികൾ ഏതുമില്ലാതെ ചിരിയോടെ ചോദിക്കുന്നവളെ വെറുതെ അലസമായെന്ന് നോക്കി അവൾക്കരികിലൂടെ കിടക്കയിൽ കയറി നീണ്ടു നിവർന്നു കിടന്നു സതീശൻ. അവൻ്റെ ആ പ്രവൃത്തിയിൽ നിന്ന് അവനാകെ അസ്വസ്ഥനാണെന്ന് മനസ്സിലായതും അവൻ്റെ ശിരസിൽ തലോടി. പിന്നീടൊന്നും മിണ്ടാതെ വെറുതെ അവനെ നോക്കിയിരുന്നവളും ആയാസത്തോടെ. പുതിയ രീതിയൊക്കെ കൊള്ളാലോടി പെണ്ണേ. അവിടെ ആക്കേണ്ട ആളുകളൊക്കെ വിവാഹ വാർഷികം ആഘോഷിക്കാൻ വന്നിരിക്കുന്നത് നമ്മൾ ക്ഷണിച്ചിട്ടാണ്. അവർക്ക് കഴിക്കാനും കുടിക്കാനും എടുത്തു കൊടുത്തവിടെ നിൽക്കുന്നതിന് പകരം നീ ഇവന് മുറിയിൽ കയറി കെട്ടിപ്പിടുത്തം നടത്തുവാണോ? നാണമുണ്ടോ നിങ്ങൾക്ക്? ചാരിയിട്ട വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി വന്ന അമ്മയുടെ ശബ്ദം കേട്ടതും വേഗത്തിൽ കട്ടിലിൽ നിന്നിറങ്ങാൻ കാന്തി ശ്രമിച്ചതും അവളുടെ കയ്യിൽ സതീശൻ്റെ പിടുത്തം വീണു. ഞങ്ങൾക്കൊരിത്തിരി നാണം കുറവാണമ്മേ. അമ്മ വന്ന കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്ക്. അതുവരെ ഇല്ലാത്ത വിധം കടുപ്പമേറിയിരുന്നു സതീശൻ്റെ ശബ്ദത്തിന്. അത് തിരിച്ചറിഞ്ഞതും അരുതെന്ന പോലെ അവനെ ദയനീയമായി നോക്കി കാന്തി. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പഴയ പോലെ നാണവും മാനമൊന്നും ഇല്ല ഏട്ടാ. ഉണ്ടായിരുന്നെങ്കിൽ ഇവരെ കെട്ടിക്കൊണ്ട് വന്ന് കൊല്ലം ഒന്ന് തികയുമ്പോഴേക്കും നിങ്ങൾ ഈ സ്ത്രീയുടെ വയറു വീർപ്പിക്കാൻ നിൽക്കില്ലല്ലോ. അതും ഇനിയും ഉത്തരവാദിത്തങ്ങൾ ഇഷ്ടം പോലെ ഉള്ളപ്പോൾ. അമ്മയ്ക്ക് പിന്നാലെ അകത്തേക്ക് കയറി വന്ന അനിയത്തിയുടെ സംസാരത്തിൽ ശരീരം ഒന്ന് പുളിച്ചു സതീശന്. സ്വന്തം ഏട്ടനോടാണ് സംസാരിക്കുന്നതെന്ന് യാതൊരു ബോധവും ഇല്ലാതെയാണ് അനിയത്തിയുടെ സംസാരം. അതിനെ പ്രോത്സാഹിപ്പിക്കും വിധം ചിരിച്ചുകൊണ്ടാണ് അമ്മയുടെ നിൽപ്പും. സൂക്ഷിച്ച് സംസാരിക്കടി. സംസാരം ആരോടാണെന്ന വകതിരിവ് കാണിക്ക്. ദേഷ്യമമർത്തി സതീശൻ ശബ്ദം ഉയർത്തി അനിയത്തി സീമയുടെ നേരെ. അവൾ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഞങ്ങളെ ന്യായം പഠിപ്പിക്കാൻ നിൽക്കാതെ ഏട്ടൻ ആദ്യം നന്നാവാൻ നോക്ക്. അനിയൻ ദിനേശനാണ്, കൂടെ ഭാര്യ വരദയുണ്ട്. ഞാനിപ്പോൾ എന്തു വേണമെന്നാണ് നിങ്ങളെല്ലാം പറയുന്നത്? നിങ്ങളുടെ 1ാം വിവാഹ വാർഷികം നിങ്ങൾ വലിയ ആഘോഷമായി നിങ്ങളുടെ സുഹൃത്തുക്കളെ മാത്രം വിളിച്ച് കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നിടത്ത് എന്തിനാണ് ഞാനും എൻ്റെ ഭാര്യയും? അതും അവൾക്കിങ്ങനെ വയ്യാതെ ഇരിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് തന്നെ ഒറ്റപ്പെടുത്തുന്ന നോവിൽ അവർക്ക് കീഴടങ്ങിയതുപോലെ സതീശൻ ചോദിച്ചതും പ്രതീക്ഷിച്ചത് നേടിയെടുത്ത പോലെ വിജയചിരി തെളിഞ്ഞു സതീശൻ്റെ അമ്മയുടെയും കൂടപ്പിറപ്പുകളുടെയും മുഖത്ത്. ഏട്ടൻ ഇവിടെ ഇവർക്കിങ്ങനെ കാവലിരിക്കാതെ അവിടേക്ക് വന്ന് എല്ലാത്തിനും മുമ്പിൽ നിൽക്ക് പഴയതുപോലെ. ഇവരെന്തായാലും ഇന്ന് പെറുവൊന്നുമില്ലല്ലോ. അവിടെ എല്ലാവരും തിരക്കണുണ്ട് ഏട്ടനെ. കാന്തിയെ പുച്ഛത്തിലൊന്ന് നോക്കിയാണ് അനിയത്തിയുടെ സംസാരം. നിങ്ങൾ നടന്നോ, ഞാൻ വന്നോളാം അങ്ങോട്ട്. തോൽവി സമ്മതിച്ച് സതീശൻ പറഞ്ഞതും ഗർവോടെ തിരിഞ്ഞു നടന്നവരെല്ലാം. ഞാനേ എൻ്റെ ചൊല്ലുവിളിക്ക് അനുസരിച്ച് വളർത്തിയതാണവനെ. ഞങ്ങൾ എതിർത്തിട്ടും അവൻ ഒരുത്തിയ ചന്തം കണ്ട് കെട്ടിയെടുത്തെന്ന് വെച്ച് എൻ്റെ വാക്കിനപ്പുറം പോവാൻ സമ്മതിക്കില്ല ഞാൻ അവനെ. അടുക്കളപ്പുറത്തിരുന്ന് ആരോടോ വീരവാദം പറയുന്ന അമ്മയെ കേട്ടാണ് സതീശൻ വന്നത്. സതീശൻ വന്നത് കണ്ടിട്ടും അമ്മയ്ക്ക് യാതൊരു കുലുക്കവുമില്ല. ഇവനോട് ഞാൻ ആദ്യം പറഞ്ഞതാണ്, അനിയത്തിയുടെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് മതി ഇവൻ്റെ കല്യാണമെന്ന്. അത് കേൾക്കാതെ പ്രായം 30 കടന്നൊന്നും പറഞ്ഞ് പെണ്ണ് കെട്ടിയവൻ. അതും പോരാഞ്ഞ് കൊല്ലം ഒന്ന് തികയുമ്പോഴേക്കും അവളെ പേറാറായി. പൈസ എത്ര വേണം ഒന്ന് പെട്ടെണീറ്റ് ആശുപത്രി പോരാൻ? ഇപ്പോൾ ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടവന്. എന്നേക്കാൾ പ്രായത്തിന് 4-5 വയസ്സ് ഇളയതായ അനിയൻ എനിക്ക് മുമ്പേ കല്യാണം കഴിച്ചതിന് അമ്മയ്ക്കൊന്നും പറയാനില്ലേ? ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല സതീശന്. നിന്നെപ്പോലെയാണോ അവൻ? നീ കുടുംബത്തിലെ മൂത്തവനാണ്. നിനക്ക് താഴേക്കുള്ളവരെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. സതീശന് നേരെ വാക്കേറ്റത്തിനെന്നവണ്ണം
ചെന്ന് അമ്മയുടെ ശബ്ദം ഉയർന്നതും എല്ലാവരുടെയും നോട്ടവും അവൻ്റെ നേർക്കായി. ആരുടെയും മുഖത്ത് നോക്കാതെ തിരിച്ചു മുറിയിലേക്ക് കയറിപ്പോകുന്ന സതീശനെ പരിഹാസത്തിൽ നോക്കി അമ്മയും സഹോദരങ്ങളും. ക്ഷണിച്ച അതിഥികളെല്ലാം എത്തിച്ചേർന്നതും ദിനേശനും ഭാര്യ വരദയ്ക്കും കേക്ക് മുറിച്ച് തങ്ങളുടെ 1ാം വിവാഹ വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുന്നതിനിടയിലേക്കാണ് 2 കൈയിലും വലിയ ബാഗുമായി സതീശൻ ഇറങ്ങി വന്നത്. കൂടെ മെല്ലെ നടന്ന് കാന്തിയുമുണ്ട്. "നീ ഇതെങ്ങോട്ടാ സതീശ ബാഗെല്ലാം എടുത്ത്?" സതീശൻ്റെ മുഖത്തെ കടുപ്പത്തിൽ കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അമ്മ. "ഞാൻ വീട് മാറുകയാണ്. മൂത്ത മകൻ്റെ ഉത്തരവാദിത്തങ്ങളുടെ ഭാരവും ദാ ഈ നിമിഷം ഞാനിവിടെ ഇറക്കി വയ്ക്കുകയാണ്. ആർക്കു വേണമെങ്കിലും അത് തലയിലേറ്റാം." കടുപ്പമേറിയ സതീശൻ്റെ സംസാരത്തിൽ ഒരു പുച്ഛച്ചിരി തെളിഞ്ഞു അമ്മയിൽ. "ഇറങ്ങിപ്പോകുമ്പോൾ ഈ വീടുമായുള്ള സകല ബന്ധവും ഉപേക്ഷിച്ച് പോണം നീ. ഒരു തരി മണ്ണിൻ്റെ അവകാശം പോലും നിനക്ക് തരില്ല ഞാൻ. വാക്കൊന്നേ ഉള്ളൂ എനിക്ക്." വാശിയിൽ പറയുന്ന അമ്മയെ പിന്താങ്ങി അമ്മയ്ക്കൊപ്പം നിൽക്കുന്ന സഹോദരങ്ങളെ നിറഞ്ഞൊന്നു നോക്കി ചിരിച്ചു സതീശൻ. "അച്ഛൻ്റെ മരണത്തോടെ കുടുംബത്തെ തലയിലേറ്റി എൻ്റെ 20ാമത്തെ വയസ്സിൽ പ്രവാസിയായതാണ് ഞാൻ. അന്നു മുതൽ ഇന്നോളം എൻ്റെ പണത്തെ അല്ലാതെ എന്നെ സ്നേഹിച്ചവരാരുമില്ല ഇവിടെ. നിങ്ങളെ എതിർത്ത് ഞാനൊരു കല്യാണം കഴിച്ച അന്ന് തൊട്ട് നിങ്ങൾക്ക് എൻ്റെ ഭാര്യയെയും ഇഷ്ടമല്ല. നിങ്ങളുടെ എല്ലാ അടിവസ്ത്രങ്ങൾ വരെ അലക്കിപ്പിച്ചിട്ടുണ്ട് ഇവളെ കൊണ്ട് നിങ്ങളെല്ലാവരും. എന്തിന്? അവളുടെ വയറ്റിലുള്ള എൻ്റെ കുഞ്ഞുങ്ങൾ വരെ ഭൂമി കാണാതെ മടങ്ങുവാൻ നേർച്ചയും വഴിപാടുമായിട്ടാണ് നിങ്ങൾ. അതറിഞ്ഞ നിമിഷം ഈ വീട് വിട്ടിറങ്ങേണ്ടതാണ് ഞാൻ. എന്നിട്ടും നിന്നത് ദാ ഇതൊന്ന് കയ്യിൽ കിട്ടാൻ വേണ്ടിയാണ്." കയ്യിലെ ഫയൽ സതീശൻ അനിയന് നീട്ടിയതും അത് കയ്യിൽ വാങ്ങി തുറന്നു വായിച്ച ദിനേശൻ്റെ മുഖം കടലാസ് പോലെ വിളറി. അത് കണ്ട് കാര്യമറിയാതെ നിന്നു അമ്മയും മറ്റും. "വേറെയൊന്നുമല്ല, പ്രവാസിയായതു മുതൽ ഈ വീടിനും എൻ്റെ സഹോദരങ്ങളുടെയും പഠിപ്പിനും അവരുടെ മറ്റാവശ്യങ്ങൾക്കുമെല്ലാം ഞാൻ ചിലവാക്കിയ പൈസ കൃത്യമായ കണക്കാണിത്. തെളിവുൾപ്പെടെ ഉണ്ടിതിൽ. ഞാൻ ഈ വീട് വിട്ടിറങ്ങി കൃത്യം 15 നാൾ കഴിയുമ്പോൾ ഈ സംഖ്യ 1 രൂപ കുറയാതെ എനിക്ക് കിട്ടണം. തരാൻ വൈകിയാൽ കേസ് കോടതിയിലെത്തുമെന്ന് മാത്രമല്ല, ഞാനായിട്ട് ഒഴിവാക്കി വിട്ട കുറേ പൈസയുണ്ട്. അതിൻ്റെ കണക്കും തെളിവുമെല്ലാം ഇതിൽ ചേർക്കും ഞാൻ. തന്നു തീർക്കാൻ ഒരുപാട് കഷ്ടപ്പെടും അമ്മയും മക്കളും. എന്നെ ഒരു മകനോ സഹോദരനോ ആയി കാണാത്ത നിങ്ങളോടൊന്നും യാതൊരു ദയയും കാണിക്കില്ല ഞാൻ. ജയിലിൽ കിടത്തും ഞാൻ 3-നെയും. അതിനവസരം നൽകിയാൽ ഇല്ലാതാവുന്ന ഭാവി ആരുടേതാണെന്ന് ഓർത്താൽ മതിയമ്മ." അനിയത്തിയെ കനപ്പിച്ച് നോക്കി കാന്തിയുടെ കൈ പിടിച്ച ആ വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ വിജയിയായിരുന്നു സതീശനെങ്കിൽ അവനിൽ നിന്നൊട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയിൽ കടപുഴകി വീണിരുന്നു അവരമ്മയും 2 മക്കളും. ഇനി ഓടട്ടെ അവർ കാലുവെന്ത നായയെപ്പോലെ സതീശനുള്ള പണത്തിനായി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.